നമസ്കാരം. പൂപ്പാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പൂപ്പാറ്റുപുഴയാറിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. വീടുകളിൽ വെള്ളം കയറി. ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി, കവളങ്ങാട് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. പൂപ്പാറ്റുപുഴയിലെ വെള്ളപ്പൊക്കം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ MLA അടിയന്തര യോഗം വിളിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ മുഴുവൻ ഭരണ സംവിധാനങ്ങളും സജ്ജം. വാഴപ്പള്ളി ജനശക്തി ലിങ്ക് റോഡ് തൃക്ക മേഖല പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ജലനിരപ്പ് അപകടനിരപ്പിൽ തന്നെ. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. മഴവെള്ളക്കെടുതി. നഗരസഭയുടെ കീഴിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച CPIM ജില്ലാ സെക്രട്ടറി. പായും പുതപ്പും അടക്കമുള്ള സാധനങ്ങൾ ക്യാമ്പുകളിലുള്ളവർക്ക് എത്തിച്ചു നൽകി. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച IMA. ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന JB സ്കൂളിലാണ് ക്യാമ്പ് ഒരുക്കിയത്. നഗരസഭാ കൗൺസിലർമാർ നേതൃത്വം നൽകി. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നതോടെ വീടുകളിൽ വെള്ളം കയറി. ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി, കവളങ്ങാട് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. വീടുകളിൽ വീണ്ടും വെള്ളം കയറി തുടങ്ങി. മൂവാറ്റുപുഴ നഗരത്തിലെ ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി എന്നിവിടങ്ങളിലാണ് തിങ്കളാഴ്ച രാവിലെ 5ഓടെ വെള്ളം കയറിയത്. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതാണ് വെള്ളം ഉയരുന്നതിന് കാരണമായത്. മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും രാത്രി പെയ്ത കനത്ത മഴയും ഇടുക്കിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവും വർദ്ധിച്ചതാണ് ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായത്. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളിൽ 5 ഷട്ടറുകളാണ് 50 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നത്. മൂവാറ്റുപുഴ ആറിന് പുറമെ കാളിയാറിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവും കൂടുതലാണ്. കൊച്ചങ്ങാടിയിലെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഇന്നലെ രാത്രി വന്ന് വീടുകൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ നേരം എടുത്തപ്പോൾ വീണ്ടും വെള്ളം പൊക്കാണ്. വീണ്ടും അവർ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചങ്ങാടിയിലെ നിവാസികളാണ് ഇവർ. കമ്മ്യൂണിറ്റി സ്കൂളിലാണ് ഇവരിപ്പോൾ ക്യാമ്പ്. ചെയർമാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും കാര്യങ്ങളെല്ലാം നോക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ക്യാമ്പ് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഗവൺമെന്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇലാഹിയ നഗറിലെ 15ഓളം വീടുകളിലാണ് വെള്ളം കയറിയിരുന്നത്. ഞായറാഴ്ച വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് വീടുകൾ ശുചീകരിച്ച് താമസം തുടങ്ങുന്നതിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ വീണ്ടും വെള്ളം കയറിയത്. വീടുകളിൽ താമസിക്കുന്നവരെ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. അടിയന്തര സാഹചര്യം നേരിടാൻ മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ടെന്നും MLA. മൂവാറ്റുപുഴയിൽ വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിപുലമായ മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും സ്വീകരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും RDO VE അബ്ബാസ്, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, റവന്യൂ, ആരോഗ്യം, പോലീസ്, ഫയർഫോഴ്സ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് ജനപ്രതിനിധികളും വോളണ്ടിയർമാരും ഫീൽഡിൽ സജീവമായി രംഗത്തുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, കല്ലുരുളൽ തുടങ്ങിയ മറ്റ് പ്രകൃതി ദുരന്ത സാധ്യതകളും നിരീക്ഷിച്ചു വരികയാണെന്ന് MLA അറിയിച്ചു. വെള്ളം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മലങ്കര ഡാമിലെയും വെള്ളം കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും മലങ്കര ഡാമിൽ ഇപ്പോൾ 41.5 കഴിഞ്ഞു. 41.7 വരേക്ക് എത്തിയാൽ വീണ്ടും കൂടുതലായി വെള്ളം റിലീസ് ചെയ്യാതെ നിവൃത്തി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വന്നാൽ ഞങ്ങളൊരു ചെറിയ തോതിലുള്ള ഒരു വെള്ളപ്പൊക്കം, ഇനി വലിയ മഴ ഉണ്ടായില്ല എങ്കിൽ എങ്ങനെയെങ്കിലും വലിയ പ്രശ്നമില്ലാതെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്തിനും തയ്യാറെടുത്തിരിക്കുക എന്നുള്ളത് കൊണ്ടും അതുകൂടാതെ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ, അതായത് മണ്ണിടിച്ചിൽ, അതുപോലെ ഒരു വലിയ കല്ലുകൾ ഉരുണ്ട് വീഴൽ, അങ്ങനെയുള്ള തുടങ്ങിയ സാഹചര്യങ്ങൾ കൂടി നിലവിലുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. അതുപോലെ ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി റോജി M. ജോൺ ബന്ധപ്പെട്ടിരുന്നു. ബഹുമാനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നുപോലെ കാര്യങ്ങൾ നിരീക്ഷിച്ചും എല്ലാവരാൽ കഴിയുന്ന പോലുള്ള കാര്യങ്ങൾ ഇടപെട്ട് നിൽക്കുകയാണ്. കാര്യങ്ങളെല്ലാം നിലവിൽ നിയന്ത്രണ വിധേയമാണ്. ഞങ്ങൾ തികഞ്ഞ സജ്ജരായി സജ്ജീകരണത്തോടു കൂടിയാണ് നോക്കിയിരിക്കുന്നത്. ബാക്കി പിന്നെ എങ്ങനെയാണ് പ്രകൃതി പ്രതികരിക്കാമെന്നറിയില്ല. ഏത് സാഹചര്യത്തെ നേരിടാൻ നമ്മളാൽ കഴിയുന്ന തയ്യാറെടുപ്പുകൾ നിലവിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാവരും, അതുപോലെ ആദ്യം വെള്ളം കയറുന്ന പ്രദേശങ്ങളിലെ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെല്ലാവരെയും ഞങ്ങൾ അലർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഫീൽഡിലുണ്ട്. ചെയ്യാൻ കഴിയുന്ന എല്ലാ
കാര്യങ്ങളും ചെയ്ത് സജ്ജരായി ഇരിക്കുന്ന സ്ഥിതിയാണ്. നിലവിൽ 3 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും 4ാമത്തെ ക്യാമ്പ് ഉടൻ തുറക്കുമെന്നും MLA അറിയിച്ചു. കൊച്ചങ്ങാടി, ഇലാഹിയ നഗർ, കവളങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ ഭക്ഷണം, മരുന്ന്, സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മെഡിക്കൽ സംഘത്തിന്റെ സേവനം ക്യാമ്പുകളിൽ ലഭ്യമാക്കുമെന്നും MLA പറഞ്ഞു. നിലവിൽ ഞങ്ങൾ 3 ക്യാമ്പുകളുണ്ട്. 4ാമതൊരു ക്യാമ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. 4 ക്യാമ്പിലുള്ളവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണം ക്രമീകരണം, അതുപോലെ ഇന്നിപ്പോൾ മെഡിക്കൽ ടീം അവരെ വിസിറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ക്യാമ്പിലും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നത്ര എല്ലാ നിലയ്ക്കും ഇവിടുത്തെ ഈ വെള്ളപ്പൊക്കത്തെ നേരിടാനുള്ള ഒരു സജ്ജീകരണം ഞങ്ങൾ തയ്യാറാക്കി. ഇപ്പോൾ അവിടെ നിന്ന് ആളുകൾ മാറാൻ പറഞ്ഞു. ചില ആളുകൾ ഇപ്പോഴും മാറാൻ മടി പറയുന്നുണ്ട്, എന്നാലും ആളുകൾ സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചങ്ങാടിയിൽ നിന്നും, ഇലാഹിയ കോളനിയിൽ നിന്നും, ഇലാഹിയ നഗറിൽ നിന്നും, അതുപോലെ കവളങ്ങാട് അവിടെ നിന്നും ഉള്ള ആളുകൾ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1-2 മേഖലയിൽ നിന്നുള്ള ആളുകൾ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 70-100 പേരെ നമ്മൾ ക്യാമ്പിലാക്കും ഇന്ന് ഉച്ചയോടുകൂടി. അതിനിട്ട് മഴ കുറയുകയാണെങ്കിൽ ഇന്നത്തെ വൈകുന്നേരം വരെ തിരിച്ച് കുറേ പേരെ അയക്കാൻ കഴിയും. പക്ഷേ പ്രകൃതി എങ്ങനെ പ്രതികരിക്കുന്നു നോക്കി വേണം പറയാൻ. RDO, തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, ഹോസ്പിറ്റൽ സൂപ്രണ്ട്, നഗരസഭാ ചെയർപേഴ്സൺ, സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ മുഴുവൻ ഭരണ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ, ജില്ലാ ചുമതലയുള്ള മന്ത്രി റോജി M. ജോൺ, ഡീൻ കുര്യാക്കോസ് MP എന്നിവരുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത് വിലയിരുത്തിയിട്ടുണ്ട്. മലങ്കര ഡാമിലെ ജലനിരപ്പ് 41.5 മീറ്റർ പിന്നിട്ട് ഉയരുകയാണ്. അതിനാൽ 41.7 മീറ്ററിലെത്തിയാൽ കൂടുതൽ വെള്ളം പുറത്തുവിടേണ്ടി വരും. മൂവാറ്റുപുഴയാറിന്റെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ഉയർന്നതോടെ വാഴപ്പിള്ളി, ജനശക്തി, ലിങ്ക് റോഡ്, തൃക്ക മേഖല പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ജലനിരപ്പ് അപകടനിരപ്പിൽ തന്നെ തുടരുന്നതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ വാഴപ്പിള്ളി, ജനശക്തി, ലിങ്ക് റോഡ്, തൃക്ക മേഖല പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനിരപ്പിൽ തന്നെ തുടരുന്നതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയും പെയ്ത ശക്തമായ മഴയാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായത്. വാഴപ്പിള്ളി, ജനശക്തി, ലിങ്ക് റോഡ്, തൃക്ക മേഖലയിലെ വീടുകളിലടക്കം വെള്ളം കയറിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മൂവാറ്റുപുഴ, വാഴപ്പിള്ളി, തൃക്ക, ജനശക്തി റിങ്ക് റോഡ് വഴിയുള്ള അവസ്ഥ ഇതാണ്. വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കവും പൂർണ്ണമായിട്ട് ഈ പ്രദേശം മുങ്ങിയ ഒരു സിറ്റുവേഷനിലാണ്. എല്ലാ വർഷവും നമുക്ക് വെള്ളം വരാറുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മഴ കഴിയുമ്പോൾ തന്നെ വെള്ളം അങ്ങനെ കയറി വരാറില്ല. കഴിഞ്ഞ കുറേ നാളായിട്ട് വാഴപ്പിള്ളി മുതൽ തൃക്ക, താഴേക്കണ്ടം വരെയുള്ള പ്രദേശങ്ങളിലൊന്നും, വയലുകളിലൊന്നും, കണ്ടങ്ങളിലൊന്നും കൃഷി ചെയ്യുന്നില്ല നമുക്കറിയാം. അതേസമയം തന്നെ ഈ കണ്ടങ്ങളിലേക്കൊക്കെ വെള്ളം എത്തുന്ന പ്രധാനപ്പെട്ട തോടുകളൊന്നും കൃത്യമായിട്ട് ക്ലീനിങ് നടന്നിട്ടില്ല. എല്ലാ തോടുകളിലും മണ്ണടിഞ്ഞ് കിടക്കുകയാണ്. ഈ കാരണം കൊണ്ടാണ് ഒരു മഴ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കിവിടെ ഈ പ്രദേശം വെള്ളത്തിനടിയിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. എല്ലാ വർഷവും വെള്ളം കയറുന്നതാണെങ്കിലും ഈ വർഷം അത് ഭയങ്കരമായിട്ടുള്ള ഒരു ദുരിതത്തിലേക്ക് പോയേക്കുവാണ്. കാരണം ഇന്നലെ പുലർച്ചെ കയറി വന്ന വെള്ളം ഇന്നലെ രാത്രിയോടുകൂടി ഇറങ്ങിപ്പോവുകയും എല്ലാ വീടുകളും നമ്മൾ ക്ലീൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ പിന്നെ വീടുകളിലേക്ക് വെള്ളം കയറി വരുന്നൊരു സാഹചര്യമാണ്. ഭയങ്കര ദുരിതത്തിലാണ് ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടിലെ ആളുകളും. MC റോഡിലേക്കും വാഴപ്പിള്ളിയിലേക്കും പോകുന്ന വാഹനങ്ങൾ പ്രധാന റോഡ് ഉപയോഗിക്കണം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മഴവെള്ളക്കെടുതിയെ തുടർന്ന് മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ്. പായും പുതപ്പും അടക്കമുള്ള സാധനങ്ങൾ CPIM പ്രവർത്തകർ ക്യാമ്പുകളിൽ ഉള്ളവർക്ക് എത്തിച്ചു നൽകി. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് CPIM ജില്ലാ സെക്രട്ടറി S. സതീഷും സംഘവും. നഗരസഭയുടെ കീഴിൽ 3 ക്യാമ്പുകളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇതിൽ ടൗൺ UP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലാണ് പ്രവർത്തകർ സന്ദർശനം നടത്തിയത്. മൂവാറ്റുപുഴ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നും ലഭിക്കുന്നുണ്ടെങ്കിലും പായയും പുതപ്പും അടക്കമുള്ള സാധനങ്ങളുടെ കുറവ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ അറിയിച്ചതിനെ തുടർന്ന് അവ ക്യാമ്പുകളിൽ ഉള്ളവർക്ക് എത്തിച്ചു നൽകി. 2 ജില്ലയാണ് വീടുകളുടെ മുനിസിപ്പാലിറ്റികളിൽ. അത് ഒന്ന് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ വീട് നമ്മൾ സ്ഥലമില്ലാത്തവർക്ക് പ്രത്യേകമായ സ്ഥലം പായില്ലാത്തവർ പറഞ്ഞു.
വീണ മലയാളം नहीं मालूम हिंदी मालूम ജില്ലയിലൊട്ടാകെയുള്ള ക്യാമ്പുകളിലെല്ലാം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുമെന്നും CPIM പ്രവർത്തകരെല്ലാം കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ടെന്നും S. സതീഷ് പറഞ്ഞു. കാലവർഷത്തിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴ 3 ക്യാമ്പുകളാണ് ഉള്ളത്. അതിൽ ടൗൺ UP സ്കൂളിൻ്റെ ക്യാമ്പിനകത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇപ്പോൾ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങൾ അവർക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. മരുന്നിൻ്റെ കാര്യങ്ങളും ഡോക്ടർമാർ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ പായ പുതപ്പ് പോലുള്ള കാര്യങ്ങളില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പ്രായമായവരുൾപ്പെടെ ഉണ്ട്. വീടുകളിൽ നിന്ന് ആ സമയത്ത് പോകുന്നപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് പോരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഇവിടെ CPMൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ സഹാക്കളെല്ലാവരും ചേർന്നുകൊണ്ട് കുറേ പായും പുതപ്പും എല്ലാം അവർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നു. ഇനി അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ കുറവുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ ഞങ്ങളുടെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ തയ്യാറാണ്. ഇത്തരം ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ ഒന്നിച്ച് നിൽക്കുക എന്ന കാര്യം തന്നെയാണ് ഞങ്ങളെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ക്രമീകരണവും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാവും, CPMൻ്റെ നേതൃത്വത്തിലുണ്ടാവും. ഇപ്പോൾ മൂവാറ്റുപുഴയുള്ള എല്ലാ ക്യാമ്പിലും CPM പ്രവർത്തകർ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. എല്ലാ സഹായങ്ങളും ആവശ്യമായത് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ പ്രയാസം നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്ന് അതിജീവിക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുവായി ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങൾ ചെല്ലുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ ഓൾറെഡി ഉണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരം പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇന്ന് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലേക്കും നാളെ പഞ്ചായത്തുകളുടെ മുന്നിലേക്കും സമരം പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഈ കാലവർഷത്തിൻ്റെ ഈ ഭീകര സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ആ രാഷ്ട്രീയ സമരം ഞങ്ങൾ മാറ്റിവെച്ചിട്ട് ഞങ്ങളുടെ പ്രവർത്തകരോടെല്ലാവരോടും കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പുകളിൽ കഴിയുന്ന മിക്ക ആളുകൾക്കും സ്വന്തമായി സ്ഥലമുണ്ടെങ്കിലും വീടില്ലാത്തവരാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ ഇടപെട്ട് ഇവർക്ക് വീട് വെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉടൻ തന്നെ ചെയ്തു നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും S. സതീഷ് പറഞ്ഞു. ഇവിടെ ആളുകൾ വെള്ളക്കയറ്റത്തിൻ്റെ വലിയ പ്രയാസമാണ് ഇവരെല്ലാവരും പറയുന്നത്. വലിയ രൂപത്തിൽ വെള്ളം കയറി വീടുകളാകമാനം താറുമാറായി നിൽക്കുന്ന സ്ഥിതിയാണ്. ഇന്നലെ കുറച്ച് വെയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പോയി ക്ലീൻ ചെയ്യാനായിട്ട് പോയെങ്കിലും വീണ്ടും വെള്ളം കയറുന്ന നിലയാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഏതാണ്ട് 10-28ഓളം കുടുംബങ്ങൾ പറയുന്നത് അവരുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. വീടില്ല, സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്ന പദ്ധതി നമ്മുടെ ഭാഗമായിട്ടുള്ളതാണ്. മുനിസിപ്പാലിറ്റി ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. 12 വർഷം മുമ്പാണ് ഈ താമസിക്കുന്ന 28 കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടി എന്ന് പറയുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പേ അവർക്ക് കിട്ടി. ആ ഭൂമിയിൽ പക്ഷേ മണ്ണിടാനോ കെട്ടിടം പണിയാനോ കഴിയാത്ത നിലയാണ് ഉള്ളത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം അതിന് ശേഷം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഗൗരവമായിട്ടൊരു ഇടപെടൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ദുരന്തം കാണുമ്പോൾ ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഇവരുടെ കിടപ്പാടത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അത് മുനിസിപ്പാലിറ്റി തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ഈ കുടുംബങ്ങളെ താമസിപ്പിക്കാൻ ആവശ്യമാവുന്ന വിധത്തിൽ ഭൂമി ഇല്ലാത്തതുകൊണ്ട് മുനിസിപ്പാലിറ്റി തന്നെ സ്ഥലമുണ്ട്. ആ സ്ഥലം എടുത്ത് ഫ്ലാറ്റ് പോലെ നിർമ്മിച്ച് നൽകുന്ന നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ കാര്യം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഇവരെ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും CPM പ്രവർത്തകർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. DYFIയുടെ പ്രവർത്തകർ അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെയിൽ കാണുന്ന ഇടങ്ങളിൽ വീടുകളിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ DYFIയുടെയും CPM പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ U. ബാബു, KG. അനിൽകുമാർ, അജിത് കുമാർ തമ്പി, R. രാജീവ് എന്നിവരും ജില്ലാ സെക്രട്ടറിക്കൊപ്പം ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി. PO ജംഗ്ഷൻ ആരക്കുഴ റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായി അപകടാവസ്ഥയിൽ നിന്നിരുന്ന കൂറ്റൻ മരം മുറിച്ചു നീക്കി. അപകട ഭീഷണി ഉയർത്തിയ മരം നീക്കം ചെയ്തതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശ്വാസത്തിലാണ്. മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ യാത്രക്കാർക്കും സമീപത്തെ കെട്ടിടങ്ങൾക്കും ഭീഷണിയായി അപകടാവസ്ഥയിൽ നിന്നിരുന്ന കൂറ്റൻ മരം മുറിച്ചു നീക്കി.
താലൂക്ക് വികസന സമിതി അംഗം ജേക്കബ് തോമസ് വിഷയത്തിൽ ഇടപെടുകയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് വികസന സമിതിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ മരം മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിച്ചത്. മരം മുറിക്കുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ച മൂവാറ്റുപുഴ ആരക്കുഴ റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നു. അപകട ഭീഷണി ഉയർത്തിയ മരം നീക്കം ചെയ്തതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശ്വാസത്തിലാണ്. ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന JB സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച IMA നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത P എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ ശാഖയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന JB സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. IMA മൂവാറ്റുപുഴ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഹസൻ, ഡോക്ടർ രവീന്ദ്രനാഥ് കാമത്ത്, ഡോക്ടർ അജി ബാലകൃഷ്ണൻ, ഡോക്ടർ അലി PK, ഡോക്ടർ അതുൽ, ഡോക്ടർ ജോർജ്, ഡോക്ടർ അനുരഞ്ജന എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പിലെത്തിയ രോഗികളെ പരിശോധിച്ച് ആവശ്യമായ ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകിയത്. ക്യാമ്പിന്റെ സംഘാടനത്തിനും പ്രവർത്തനങ്ങൾക്കും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത P എന്നിവർ നേതൃത്വം നൽകി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയ കുടുംബങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ച മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സണും കൗൺസിലർമാരും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊപ്പം മാനസിക പിന്തുണയും ഒരുപോലെ പ്രധാനമാണെന്നും നഗരസഭയുടെ എല്ലാ പിന്തുണയും തുടരുമെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. മഴവെള്ളക്കെടുതിയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയ കുടുംബങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ച് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയും കൗൺസിലർമാരും. വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ച ചെയർപേഴ്സൺ ദുരിതബാധിതരുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിക്കുകയും ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ക്യാമ്പുകളിലെ അന്തേവാസികൾക്കൊപ്പം സമയം ചെലവഴിച്ച ചെയർപേഴ്സൺ പ്രതിസന്ധികൾക്കിടയിലും അന്തരീക്ഷം സന്തോഷകരമാക്കാൻ പാട്ടുപാടിയും താളം പിടിച്ചും കഥകൾ പങ്കുവച്ചും കുട്ടികളുമായും മുതിർന്നവരുമായും സൗഹൃദ സംഭാഷണങ്ങൾ നടത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊപ്പം മാനസിക പിന്തുണയും ഒരുപോലെ പ്രധാനമാണെന്നും നഗരസഭയുടെ എല്ലാ പിന്തുണയും തുടരുമെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. പിറവം പാലത്തിലെ നടപ്പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിനെ രക്ഷപ്പെടുത്തി. പിറവം സ്വദേശി ആൻസണും സുജിത്തും ചേർന്നാണ് പുഴയിലേക്ക് ചാടിയ യുവാവിനെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചത്. പിറവം പാലത്തിനോട് ചേർന്നുള്ള നടപ്പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ഇലഞ്ഞി സ്വദേശിയായ യുവാവിനെ രക്ഷപ്പെടുത്തി. ഒഴുക്കിന്റെ ശക്തിയിൽ മുങ്ങിയും പൊങ്ങിയും 50 മീറ്ററോളം താഴേക്കൊഴുകിയ യുവാവിനെ പുഴയിൽ സ്പീഡ് ബോട്ടിലുണ്ടായിരുന്ന പിറവം സ്വദേശി ആൻസനും സുജിത്തും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. ഇതൊന്നും വല്ല മോക്ക് ഡ്രില്ല് വല്ലതാണോ?
കരയിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നത് കേട്ടാണ് ബോട്ട് തിരിച്ചത്. ശ്രദ്ധിച്ചപ്പോൾ ഒരാളുടെ തല മാത്രം വെള്ളത്തിൽ ഉയർന്നു വരുന്നത് കണ്ടു. പിന്നാലെ ബോട്ടിൽ കയറ്റി കരയിൽ എത്തിക്കുകയായിരുന്നുവെന്നും നേരത്തെയും പുഴയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ളതായി സുജിത്ത് പറഞ്ഞു. ഒരാളും അവിടുന്ന് ആൾക്കാർ മേളിൽ നിന്ന് വിളിച്ചു പോയി. മറ്റേ നമ്മുടെ ഹോട്ടലിൽ നിന്ന് മേളിൽ നിന്ന് ഫ്ലൈറ്റ് ഇരിക്കുന്നതിന്റെ അവിടുന്ന് വിളിച്ചു പോയി. അപ്പൊ ഞങ്ങള് തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആളുടെ തല കാണുന്നത്. അപ്പൊ നമ്മൾ എന്താണെന്ന് ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ വേഗം ബോട്ട് തിരിച്ചു. ആളെടുക്കാനേ നോക്കിയുള്ളൂ. എന്താ സംഭവം നമുക്ക് അറിയില്ല. പിന്നെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലാണല്ലോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറക്കിയത്. ഞങ്ങൾ ഇവിടെ ബോട്ട് കെട്ടണത്. ഇവിടെ ഇറക്കി കഴിഞ്ഞപ്പോ അവരുടെ തന്നെ ആൾക്കാർ വന്നു. ഇതെന്ന് വെച്ച് ആളെ അറിയാവുന്ന ആളെന്ന് പറഞ്ഞാൽ അവർ തന്നെ കൊണ്ടുപോകുകയും ചെയ്തു. ആളപായോ കാര്യങ്ങളോ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് വേറെ അതിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ വൈകുന്നേരം ഈവനിങ് ടൈം ഇങ്ങനെ ഇറങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കാറുമുണ്ട്. അതുപോലെ എന്തെങ്കിലും അപ്പോഴെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പോയി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതിന്റെ പേരിൽ നമുക്ക് അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയുടെ കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇത് കണ്ടുകൊണ്ട് മാത്രം ഞങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം അറിയത്തില്ല. ഞങ്ങൾ സത്യം പറഞ്ഞ ആൾക്കാർ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. ഒരാളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മളിത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറെ എന്തൊന്നുമില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന ആൻസന്റെ ബോട്ടാണിത്. യുവാവിനെ പിന്നീട് ബന്ധുക്കൾക്കൊപ്പം പോലീസ് വിട്ടയച്ചു. മൂവാറ്റുപുഴ പ്രസ് ക്ലബ് മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഓഫീസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബ് മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ച മാധ്യമപ്രവർത്തകരുടെ ഓഫീസുകളുടെ ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഓഫീസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയും മാധ്യമങ്ങളും രണ്ടായിട്ട് ഞാൻ കാണുന്നില്ല. അതൊരു ഒരേ രീതിയിൽ തന്നെ പോകുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരേ ലക്ഷ്യം തന്നെയാണ്. രണ്ടും സേവനം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് വലിയൊരു ഒഫീഷ്യാലിറ്റി വേണമെന്ന് ഞാൻ ചിന്തിച്ചില്ല. തീർച്ചയായിട്ടും മൂവാറ്റുപുഴയിലെ ഈ ഒരു പത്രം ഓഫീസ് എന്ന് പറയുന്നത് അത് നഗരസഭയുടെയും കൂടി ആവശ്യമായിട്ടാണ് നഗരസഭ അതിനെ നോക്കിക്കാണുന്നത്. കാരണം ഈ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ 55 വർഷത്തിന്റെ നീണ്ട ചരിത്ര പാരമ്പര്യമുള്ള ഈ ഒരു പ്രസ് ക്ലബ്ബ് അതിന്റെ ഒരു ചരിത്രത്താളിൽ ഭാഗമാകുവാനായിട്ട്, ഒരു താളിൽ പേരെഴുതപ്പെടുവാനായിട്ട് ഭാഗമാകുവാനായിട്ട് ഈ കൗൺസിലിന് കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് അഭിമാനത്തോടു കൂടി കാണുന്ന കൗൺസിൽ അംഗങ്ങളാണ്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് KP റസാഖ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KM അബ്ദുൽ മജീദ് ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിനു ആന്റണി, അസം ബീഗം, P രജിത, നഗരസഭാ പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ, പ്രസ് ക്ലബ്ബ് ട്രഷറർ CM ഷാജി, വൈസ് പ്രസിഡന്റ് രാജേഷ് രണ്ടാർ, ജോയിന്റ് സെക്രട്ടറി MA ഫാറൂഖ്, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KM ഫൈസൽ, പ്രസ് ക്ലബ്ബ് മെമ്പർ PS രാജേഷ്, മാധ്യമപ്രവർത്തകർ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ ആനിക്കാട് ചെറുപറമ്പിൽ സുരേഷിന്റെ ഭാര്യ ജിനി 49 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 3:30 ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. പരേത മുള്ളരിങ്ങാട് ചുണ്ടാട്ട് കുടുംബാംഗമാണ്. മക്കൾ ജിസ്റ്റോ, മരിയറ്റ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.